ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിച്ചാണ്. നമുക്ക് സുഖം തന്നെ അൽഹംദുലില്ലാ. അപ്പോൾ ദാ മക്കളെ, എല്ലാവർക്കും പറമ്പിൽ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ദാ ഇന്ന് നമുക്ക് കുറച്ച് പുളിങ്ങ കിട്ടീന്. ഇതിന് നമ്മളെ നാട്ടിൽ പിലാത്തിപ്പുളി എന്നാണ് പറയുക കേട്ടോ. ചിലവർ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും അല്ലേ, ഇരുമ്പം പുളി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പിലാത്തിപ്പുളി എന്നാണ് പറയുക. അപ്പോൾ ഇത് നല്ലോണം കഴുകിയാൽ വൃത്തിയാക്കി കീറി വെച്ചാൽ കേട്ടോ. ഇതിനോട് നമുക്ക് നല്ലൊരു പരിപാടി ഉണ്ടാക്കാം. അതിനും വേണ്ടി ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ പാർന്ന് ചൂടാക്കി കടുകിട്ട് കരിവേപ്പിലിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് 1 ഗ്ലാസ് വെള്ളവും പറഞ്ഞ് ഈ പുളി അരിഞ്ഞ് തീക്കിട്ട് കൊടുത്തുന്നു കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മൾ ശർക്കര പുളിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതേപോലെ ശർക്കര മാങ്ങിട്ടൊക്കെ ഉണ്ടാക്കും. അതേപോലെ ഈ പുളി ഉണ്ടാക്കിയാൽ പിന്നെ ചോറ്റിന് കൂട്ടാനൊന്നും വേണ്ട. അപ്പോൾ ഇത് നല്ലോണം അങ്ങോട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് കുറേയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പുളിങ്ങൊക്കെ നല്ലോണം ഇങ്ങോട്ട് വേവണം, വെന്തങ്ങോട്ട് ഉടയണം. അപ്പോഴാണ് ഇതിന് രസം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തണേ. അപ്പോൾ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മളെ പേരക്കുട്ടി ഇതവിടെ വന്നിട്ട് പല ഡാൻസും കളിച്ചാണ്. പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്കുമേ ഒന്ന് തൊടാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ പുളി ഏകദേശം തിളച്ച് വെള്ളമൊക്കെ വറ്റി വരാറായപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഒരു 3-4 അണി ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു നുള്ളുപ്പും ശർക്കരൻ്റെ ആ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ശർക്കരയൊക്കെ ഉരുക്കി ഇത് വറ്റി ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, ഇത് പിന്നെ ചോറ്റിനൊക്കെ കൂട്ടാൻ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കുകയാണേ. ഞാൻ പുളി ഉണ്ടാക്കുന്ന ആ സമയത്ത് പുളി ആവുന്നത് വരെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. ഡാൻസ് കഴിഞ്ഞേക്കുന്നത് കുറച്ചൊക്കെ വറ്റി ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വറ്റാനും കേട്ടോ. ഓണങ്ങോട്ട് പുളിയൊക്കെ നല്ലോണം വെന്തിങ്ങോട്ട് ഉടഞ്ഞ് ശർക്കരയൊക്കെ ഉരുക്കി നല്ലോണം വറ്റിങ്ങോട്ട് വരണം കേട്ടത്. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മളെ ശർക്കരപ്പുളി ഇവിടെ റെഡിയാണ്. കണ്ടെങ്കിലൊക്കെ വറ്റിയൊക്കെ വരണ്ട് ഉസാറായിന് കേട്ടോ. ഇത് കുറച്ചൊരു ലൂസാണ്, തണുക്കുമ്പോൾ ഇതൊന്ന് ഉറച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.